ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും തർക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും കഥകളും വാർത്തകളുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കുകയാണ്. ട്രൂഡോ പോയി പുതിയ PM മാർക്ക് കാർണി വന്നതോടെ നയതന്ത്ര ലോകം പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറും കാനഡയുടെ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും തമ്മിൽ നടത്തിയ ആ സുപ്രധാന കൂടിക്കാഴ്ച. അതിൽ തീരുമാനമായത് കേവലം സൗഹൃദം മാത്രമല്ല, മറിച്ച് $50 ബില്യൺ വ്യാപാര ലക്ഷ്യമാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപും കാനഡയും തമ്മിൽ തർക്കങ്ങൾ മുറുകുമ്പോൾ മറുവശത്ത് ഇന്ത്യയും കാനഡയും തമ്മിൽ കൈകോർക്കുന്നത് എന്തിനാണ് പരിശോധിക്കാം. ഈ നടന്ന ചർച്ചയെക്കുറിച്ച് ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞത് അതൊരു ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ, ഫലപ്രദമായ കൂടിക്കാഴ്ച എന്നായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. 2025 ഒക്ടോബറിൽ നിലവിൽ വന്ന ഇന്ത്യ കാനഡ റോഡ് മാപ്പ് 2025 എന്ന പ്ലാനിന്റെ പുരോഗതിയും ഇരുവശവും വിലയിരുത്തി. ചുരുക്കത്തിൽ ഇടക്കാലത്തുണ്ടായ വിടവ് നികത്തി വലിയൊരു കുതിപ്പിനാണ് ഇന്ത്യയും കാനഡയും തയ്യാറെടുക്കുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ ചർച്ചകൾ നടക്കുന്നത് വെറുമൊരു സാധാരണ സാഹചര്യത്തിലല്ല. കാനഡയ്ക്ക് മേൽ 100% വരെ നികുതി ഇത് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു ചർച്ച നടക്കുന്നത്.